കൊച്ചി കോർപ്പറേഷനും 13 മുനിസിപ്പാലിറ്റികളുമുള്ള എറണാകുളം ജില്ലയിൽ വികസനം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം. പ്രതിപക്ഷ നേതാവിന്റെ തട്ടകമായ പറവൂരിൽ ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയുമായും ബിജെപിയുമായും കോൺഗ്രസിന് ധാരണയുണ്ടെന്ന ആരോപണവും ചൂടുപിടിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ LDF, 13 മുനിസിപ്പാലിറ്റികളിൽ 8 UDF, 5 LDF, 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇരുമുന്നണികളും 7 വീതം, 82 ഗ്രാമപഞ്ചായത്തുകളിൽ 35 LDF, 43 UDF എന്നിങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ നിലവിലുള്ള ബലാബലം. UDF മേൽക്കൈ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വികസനം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പ് എന്ന് ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. ചെല്ലാനം കടൽഭിത്തി മുതൽ ക്യാൻസർ ഗവേഷണ കേന്ദ്രം വരെ എണ്ണമറ്റ വികസന പദ്ധതികൾ ഇടതു ഭരണകാലത്ത് കൊച്ചിയിൽ യാഥാർത്ഥ്യമായി. തുരുത്തിയിലെ ഫ്ളാറ്റ് മുതൽ ആയിരങ്ങളുടെ വിശപ്പകറ്റുന്ന സമൃദ്ധി വരെയുള്ള ക്ഷേമ പദ്ധതികൾ വേറെയും. കൊച്ചി കോർപ്പറേഷനിലെ തുടർഭരണമടക്കം ജില്ലയിൽ മിന്നുന്ന വിജയമാണ് ഇടതുമുന്നണി ഇക്കുറി പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി S. സതീഷ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം എറണാകുളം ജില്ലയിൽ കേരളത്തിൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ ചെയ്ത വികസന നേട്ടങ്ങൾ പ്രത്യേകം തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ വച്ചിട്ടുണ്ട്. ജനങ്ങൾക്കത് പരിശോധിക്കാം. ഞങ്ങൾ എന്ത് പറഞ്ഞിരുന്നു, എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വികസന രേഖ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യത്തെ രഹസ്യബന്ധങ്ങൾ വഴി മറികടക്കാമെന്നാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യബന്ധവും BJPയുമായി രഹസ്യധാരണയും UDFനുള്ളതായി ആക്ഷേപമുണ്ട്. പറവൂരിലെ ചിറ്റാറ്റുകരയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്ക് UDF സീറ്റ് നൽകിയത് ജില്ലയിൽ ചർച്ചയാണ്. എന്നാൽ വിജയം ഉറപ്പെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ പ്രതീക്ഷ. ഒരു വലിയ വിജയം, ചരിത്രപരമായ ഒരു വിജയം നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ 4 ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ച 2020 നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. കോർപ്പറേഷനിൽ 5 സീറ്റുണ്ടായിരുന്ന BJPക്ക് അത് നിലനിർത്താനാവുമെന്ന പ്രതീക്ഷ ഇക്കുറിയില്ല. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളിൽ നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് NDA ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. രാഹുൽ മാങ്കൂട്ടം പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയാകുമെങ്കിലും വികസനം പോലുള്ള പ്രാദേശിക വിഷയങ്ങളും ജനങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.